കേരളത്തിലെ 14 ജില്ലകളിലും മഴ തകർത്തു പെയ്യുമ്പോഴും വയനാട് ജില്ലയിലെ ഇരുളത്ത് സ്കൂളിൻ്റെ ഈ വലിയ മുറ്റത്ത് 25,000 സ്ക്വയർ ഫീറ്റിൽ 10,000 കിലോ പൂക്കളുമായിട്ട് മേഘങ്ങളിങ്ങനെ പെയ്യാൻ വിതുമ്പി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അത്രമേൽ ആത്മവിശ്വാസത്തോടെ ഇരുളത്തുള്ള ഈ നാട്ടുകാരെല്ലാവരും ചേർന്നിട്ട് ഇവിടെ ഒരു പൂക്കളം ഒരുക്കി. ഇന്നലെയും ഇന്നൊക്കെ മഴ തകർത്തു പെയ്യുകയാണ്. എങ്കിലും ഈ പൂക്കളത്തിന് ഒരു ദോഷവുമില്ല. ഈ ആത്മവിശ്വാസം അതിലേക്ക് എത്തിയ ആ കാര്യങ്ങളൊന്ന് പറയാമോ? തീർച്ചയായിട്ടും നമ്മളിത് പൂർണ്ണമായിട്ടും സഹകരണത്തോടുകൂടി നമ്മുടെ എല്ലാ നാട്ടുകാരുടെ സഹകരണത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു പൂക്കളം ഇവിടെ തീർത്തിട്ടുള്ളത്. ഒരുപക്ഷെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലം തന്നെയായിരിക്കണം ഈ സമയത്തും പൂക്കളത്തിന് ഒരു കേടുപാടുകളും പറ്റാതെ നമുക്കിവിടെ ഇപ്പോഴും എല്ലാവർക്കും കാണുവാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ആശയം കൊണ്ടുവന്നിട്ടുള്ള വ്യക്തിയാണ് ഈ പെന്നി നിൽക്കുന്ന ചെറിയ മനുഷ്യൻ. കാരണം ലയൺസ് ക്ലബിൻ്റെ പ്രസിഡന്റാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശയത്തിൽ നമ്മുടെ ഓണാഘോഷം ചെറിയ രീതിയിലായിരുന്നു. അതുകൊണ്ട് ആ ഓണാഘോഷം നമ്മുടെ ഈ നാട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന ഒരു തരത്തിലേക്ക് എത്തിക്കണം എന്നുള്ള ആശയത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു മെഗാ പൂക്കളത്തെക്കുറിച്ച് ചിന്തിച്ച് നമ്മുടെ ക്ലബ്ബുകളെല്ലാം കൂടി സംഘടിപ്പിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും സക്സസ് ആയി. ഈ മലയാളികളുള്ളത് അതിനപ്പുറം മലയാളികൾക്കപ്പുറത്തേക്ക് എല്ലാ ആൾക്കാരും ഈ ഒരു കാര്യത്തെ ഏറ്റെടുത്തു. അതിൽ ഏറ്റവും വലിയ സന്തോഷം. മനസ്സ് നിറഞ്ഞ ഒരു ചാരിതാര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു രൂപരേഖ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് എൻ്റെ ആശാനുള്ള സുരേഷ് ചേട്ടനാണ്. അപ്പോൾ അതും കൂടി ഈ ഒരവസരം പറയാം. പേരൊന്ന് പറയോ? എൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ്. എൻ്റെ പേര് സുരേഷ്. എൻ്റെ പേര് നിഖിൽ. ഞങ്ങളിത് ശരിക്കും ഒരു ചെറിയ ആഘോഷമായിട്ട് പ്ലാൻ ചെയ്തതായിരുന്നു. പിന്നീട് ഇതൊരു വലിയ ആഘോഷമായി മാറി. ഇന്ന് ഇരുളത്തെ കേരളം അറിയുന്ന ഒരു രീതിയിലേക്കുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് ഒത്തിരി വലിയൊരു കാര്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഈ ഇരുളം മൊത്തം ഞങ്ങളുടെ കൂടെ നിന്നു. ലയൺസ് ക്ലബ്ബ് ഇങ്ങനെ ഒരു പരിപാടിയുമായി വന്നപ്പം അത് ഏറ്റെടുത്തത് ഇരുളത്തെ ജനങ്ങളാണ്. ഇതിൻ്റെ ഡിസൈനിങ് ഒക്കെ ശ്രീ രഞ്ജിത്താണ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി. കേരളത്തെ ഇരുളത്തേക്ക് ക്ഷണിക്കുകയാണ്. ഈ ലോകത്തെ വയനാട്ടിലേക്ക് ക്ഷണിക്കുകയാണ്, ഇരുളത്തേക്ക് ക്ഷണിക്കുകയാണ്. വയനാട്ടിനെ കുറിച്ച് ഓർത്തുള്ള ഭീതിയൊന്നും വേണ്ട കേട്ടോ. വരുന്ന എല്ലാവരെയും സ്വീകരിക്കാൻ ഇവിടെ എല്ലാവരും സജ്ജമാണ്. ആപത്തുകളൊന്നും ഇവിടെ ഇല്ല. വായോ വയനാട്ടിലേക്ക്. ഞങ്ങൾ പിന്നെ ആദിയോഗിൻ്റെ അടുത്തായിരുന്നു, അതുകൊണ്ട് ഇന്നലെ എത്താൻ പറ്റിയില്ല. ഒത്തിരി സന്തോഷം. ഇപ്പോൾ വരാം, ഫോട്ടോ എടുത്തിട്ട്. അപ്പോൾ സർ സെൽഫി എടുത്തോ? മാവേലി നാടുവാണീടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. വയനാട് ജില്ലയിലെ പുൽപ്പള്ളിക്കടുത്ത് ഇരുളത്ത് സ്കൂളിലാണ് 25,000 സ്ക്വയർ ഫീറ്റിലുള്ള 10,000 കിലോ പൂക്കൾ കൊണ്ട് ഈ നാട്ടുകാർ അണിയിച്ചൊരുക്കിയ പൂക്കളമുള്ളത്. ഏറെ സന്തോഷം. കേരളത്തിലെ 14 ജില്ലകളിലും മഴ തകർത്തു പെയ്യുമ്പോഴും അതിനെ വകവയ്ക്കാതെ പ്രകൃതിയോട് ചേർന്ന് നിന്നൊരുക്കിയ ഈ പൂക്കളം അത് ഏറെ ഹൃദ്യമാണ്. ഓണത്തിൻ്റെ ഒരു പൊൻ തൂവലാണ്. നമസ്കാരം. കാണാറുണ്ടല്ലേ? ഓക്കെ. ഒത്തിരി സന്തോഷം. ഇരുളത്ത് തന്നെയാണല്ലേ? വയനാട് ജില്ലയിലെ ഇരുളത്താണ് ഇപ്പോൾ ഉള്ളത്. വയനാട്ടിലേക്ക് വായോ. ഇവിടെ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഒത്തിരി നല്ല മുഹൂർത്തങ്ങളുണ്ട്, നല്ല കാഴ്ചകളുണ്ട്. സേഫാണ്, സെക്യൂർഡാണ്. വയനാട്ടുകാർ പ്രതീക്ഷിക്കുകയാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തും ഉള്ളവരെ. വായോ വയനാട്ടിലേക്ക്. എന്താ ഓക്കെ. സന്തോഷം. വായോ. അങ്ങോട്ട് നോക്കി. സുഖമായിട്ട് പോകണം. ശരി, സന്തോഷം. ഓക്കെ. ഒന്ന് കവർ ചെയ്യട്ടെ. ഓക്കെ. ശരി എന്നാ. ഓക്കെ. ഓക്കെ. അപ്പൊ എന്താ പേര്? ആണോ? ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 2-ലാണോ? ഈ ഇരുളത്താണോ? പുൽപ്പള്ളിയാ? കാണാറുണ്ടല്ലേ? അച്ഛൻ്റെ പേര് ചന്ദ്രൻ അല്ലേ? ഓക്കെ. പുൽപ്പള്ളി എവിടെയാ? മീനംകൊല്ലി. ഇനി അതിലൊക്കെ വരാം, ഞങ്ങള് കാണാം കേട്ടോ. അങ്ങോട്ട് ടാറ്റ പറഞ്ഞേരെ. ഓക്കെ എന്നാ. ശരി. നമസ്കാരം. ഒന്ന് അങ്ങോട്ട് നോക്കിക്കോ. അറിയോ? എക്സൈറ്റഡ് ആയില്ലേ? ഓക്കെ.
ഹാപ്പിയാണ് സെം ടു യു. ഹാപ്പിയാണ്. ഓ പിന്നെ ഉത്സവത്തിനാണ് ഓക്കെ. ആ പരിപാടി അടിപൊളി. ഒരു നാടിന്റെ എന്താ പറയാ, പണ്ട് മാവേലി നാട് വേണം അതേ അവസ്ഥയാണല്ലോ. എല്ലാം മാറ്റി വെച്ച് എല്ലാവരും ഒത്തുചേരുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സന്തോഷം തന്നെയല്ലേ. ഇന്നത്തെ കാലത്ത് എല്ലാവരും ഒറ്റയായി പോയതല്ലേ. അതെ ശരി കേട്ടോ, മറക്കില്ല. എന്നെ കണ്ടപ്പോഴേക്കും എന്താ പറയാ വല്ലാതെ എക്സൈറ്റഡ് ആയി മോള്. പേര് ഏത് ക്ലാസ്സിലാ? 4th. ഓക്കെ എന്നാ ഓക്കെ മോനെ ശരി കേട്ടോ. ഓക്കെ പുള്ളിനെ കവർ ചെയ്തില്ല അപ്പൊ സർ കിട്ടിയില്ലേ? വീഡിയോയിൽ വരണേ, ഫോട്ടോയിലാ എതിലായാലും കുഴപ്പമില്ല, അവനത് കവർ ചെയ്തോളൂ. ഓക്കെ ശരി ഓക്കെ. ഞങ്ങള് ആദിയോഗിന്റെ അടുത്ത് പോയതായിരുന്നു, ഇന്ന് പുലർച്ചെ എത്തിയത്. അത് ഇന്നലെ എത്താൻ പറ്റാതെ പോയത്. എന്നെ വിളിച്ചേ, എന്നെ വിളിച്ചേ, വേറെ ആരെയായിരുന്നു കാണാറുണ്ടല്ലേ? അടിപൊളി. എന്താണെന്നറിയോ, ഇപ്പൊ എല്ലാവരും ഒറ്റയ്ക്കാണ്, ഒരു യൂണിറ്റി ഇല്ല. അത് ഏറ്റവും വലിയ വിഷമമാണ്. സമയത്ത് ഇതുപോലത്തെ ഒരു യൂണിറ്റി എന്ന് പറഞ്ഞാൽ നാട് നിലനിൽക്കണ്ടേ. അതെ വിജയിച്ചു 100%. ഒന്ന് കവർ ചെയ്യട്ടെ കേട്ടോ. ഒന്ന് ഗുഡ് മോർണിംഗ്. കണ്ടോ? കാണിക്കാൻ വേണ്ടി വന്നതല്ലേ? ഞങ്ങൾ ഇന്നലെ ആദിയോഗിന്റെ ഇവിടെ നിന്ന് ഇന്ന് പുലർച്ചെ എത്തിയുള്ളൂ. അപ്പൊ ഇന്ന് രാവിലെയാണ് ഇപ്പൊ ഇങ്ങോട്ട് എത്തിയത്. മോനാണ്, ഇതാണ്. അല്ല, അവര് ഓണസദ്യ റെഡി ആയിക്കൊണ്ടിരിക്കുക, അതിന്റെ ഇടയിൽ ചാടിയതാണ്. എന്നാ ശരി കേട്ടോ. ഓക്കെ അരുവി സഞ്ചാരി. ഓക്കെ. യാത്ര പോയാലെന്നറിയോ, BP ഉണ്ടാവില്ല, ഷുഗർ ഉണ്ടാവില്ല, കൊളസ്ട്രോൾ ഉണ്ടാവില്ല. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇതൊക്കെ ആദ്യം കൊണ്ട് ഉണ്ടാവുന്ന അസുഖം. അത് ഡോക്ടർമാർ പറയില്ല. അപ്പോ യാത്ര പോകണം കേട്ടോ. ഞങ്ങൾ KSRTC യാത്രകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഏറ്റവും ചെലവ് കുറച്ച് ഭക്ഷണം എടുത്ത് ബാഗിൽ വെക്കുക, പോവുക. ആദിയോഗിയൊക്കെ നമുക്കൊരു 1000-600 രൂപയ്ക്ക് പോയി വരാം. പോയി കാണണം അതെട്ടോ. ഓക്കെ എന്നാ എല്ലാവർക്കും ഓക്കെ. അത് അപ്പൊ